dear friends, Assalamu alaikum, Namaskaram, welcome back to my channel. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് പൊട്ടാറ്റോ വെച്ച് വെറും 10 മിനിറ്റുകൾ കൊണ്ട് ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പൊട്ടാറ്റോ റോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ റോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് അളവിലുള്ള മൈദ ഇട്ട് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് മാവും ഈ പൊട്ടാറ്റോ റോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ മൈദയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കരിഞ്ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് 1 സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം മുഴുവനായിട്ടും ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഏകദേശം 1/4 ഗ്ലാസോളം വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് നല്ല ഒരു സോഫ്റ്റ് ഡോ ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ റോളിനുള്ള ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഡോ ഇരിക്കുന്നത്. ഇതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് പൊട്ടാറ്റോ റോളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള 2 പൊട്ടാറ്റോ നമ്മൾ പ്രഷർ കുക്കറിലിട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ചെറിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില നൈസായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടിയാണ്. 1/4 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള ചിക്കൻ മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കോൺഫ്ലോർ ആണ്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കയ്യിൽ ഒരല്പം ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് മുഴുവനായിട്ടും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡോ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം, 2 ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ഡോ എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിൽ ഒരല്പം മൈദ തൂവി കൊടുക്കുക. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റോളർ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. എത്രത്തോളം പരത്താൻ പറ്റുന്നോ അത്രത്തോളവും നമ്മുടെ ഷീറ്റ് നന്നായിട്ട് പരത്തിയെടുക്കുക. കനമില്ലാതെ വേണം നമുക്കിത് കിട്ടാൻ. ഇപ്പം നമ്മുടെ ഷീറ്റ് നല്ല തിന്നായിട്ടാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ 4 ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു ഷീറ്റ് സ്ക്വയർ ടൈപ്പിലാണ് കിട്ടേണ്ടത്. നമുക്കിത് ഒരു സ്ക്വയർ ടൈപ്പിലാക്കി എടുക്കാം. ഷീറ്റ് നമ്മളൊരു സ്ക്വയർ ടൈപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. അതിനുശേഷം ഈ ഷീറ്റിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഷീറ്റ് 3 എണ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഫില്ലിങ്ങിൽ നിന്ന് ഒരു ബോൾ എടുക്കുക. ഒരു ബോൾ എടുത്തിട്ട് ഇതിൻ്റെ അറ്റഭാഗത്ത് വെക്കുക. അതിനുശേഷം ഇത് നമുക്ക് ചെറുതായിട്ടങ്ങ് റോൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പൊട്ടാറ്റോ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം റോൾ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ഓരോ റോളായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകൾ തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ആരും മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ്. ഒരേ സമയം ക്രിസ്പിയുമാണ്, ഉൾവശം നല്ല സോഫ്റ്റുമായിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം ഓൾറെഡി കുക്ക്ഡ് ആണ്. ഇതിൻ്റെ പുറംഭാഗം മാത്രമേ കുക്കാവാൻ ബാക്കിയുള്ളൂ. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ റോളെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തും വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം.
ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി പൊട്ടാറ്റോ റോൾ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.